റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്നതായി ആരോപണം ഉയരുമ്പോഴും റീവ്സിന്റെ സ്ഥാനത്തിന് ഭീഷണിയില്ല. മിനിമം വേതനം വർദ്ധിപ്പിച്ചും ബെനിഫിറ്റുകൾ വെട്ടിക്കുറച്ചുമുള്ള റേച്ചൽ റീവ്സിന്റെ സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതം ഓട്ടം ബഡ്ജറ്റിലും നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ വരുന്ന മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചെലവഴിക്കൽ പദ്ധതികൾ മൂലം അടുത്ത ബഡ്ജറ്റിൽ ജനങ്ങൾക്ക് കൂടുതൽ നികുതി വർധനവുകൾ നേരിടേണ്ടി വരുമെന്നാണ് IFS മുന്നറിയിപ്പ് നൽകുന്നത്. 2 വർഷത്തേക്ക് കൂടി നികുതി പരിധികൾ മരവിപ്പിച്ചു നിർത്തുന്നത് ചാൻസലറെ സംബന്ധിച്ച് എളുപ്പമായിരിക്കുമെന്ന് അവർ പറയുന്നു. ഇതുവഴി 10 ബില്യൺ പൗണ്ട് അധികമായി കണ്ടെത്താനും കഴിയും. പെൻഷൻ പ്ലോട്ടുകളിൽ നിന്നും പിൻവലിക്കുന്ന തുകയ്ക്ക് നികുതി ഏർപ്പെടുത്തുന്നതും ഇത്തരമൊരു എളുപ്പവഴിയാകുമെന്ന് IFS മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. കൂടാതെ സമ്പത്തിന്മേലുള്ള നികുതി, ക്യാപിറ്റൽ ഗെയിൻസ് പരിഷ്കാരങ്ങൾ എന്നിവയും പരിഗണിക്കാം. എന്നാൽ ഇതുവഴി ട്രഷറിക്ക് വലിയ തുക ലഭിക്കാനുള്ള സാധ്യത ഇല്ല. സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പതിവ് പഠനത്തിന് ശേഷമാണ് IFS ഈ പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. പല പദ്ധതികളും കടുപ്പമായതിനാൽ ഇതുമായി മുന്നോട്ട് പോകാൻ റീവ്സിന് സാധിക്കുമോ എന്നത് പോലും സംശയമാണ്. ഏപ്രിൽ 2 മുതൽ US കാർ ഇറക്കുമതി ചെയ്യുന്ന എല്ലാവർക്കും 25% നികുതി അടിച്ചേൽപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും UK സംബന്ധിച്ച് അപകടകരമാണ് എന്നും വാർത്തകളിൽ പറയുന്നു. ബ്രിട്ടന്റെ വെൽഫെയർ ബഡ്ജറ്റിലാണ് റീവ്സ് പ്രധാനമായി കത്തിവെച്ചത്. പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ്, യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവയിൽ നിന്നും 3.4 ബില്യൺ പൗണ്ടാണ് കുറവ് വരുത്തിയത്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കുറയ്ക്കാനായി വോളണ്ടറി എക്സിറ്റ് സ്കീമും AI ടൂളുകളും പ്രോത്സാഹിപ്പിക്കാനും നടപടിയുണ്ട്. പ്രതിരോധ മേഖലയ്ക്കായി 2.2 ബില്യൺ പൗണ്ട് അധികമായി നൽകാനാണ് പുതിയ നിർദ്ദേശം. UK ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുട്ടികളുടെ എണ്ണം റെക്കോർഡിൽ. 4.5 മില്യൺ കുട്ടികളാണ് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്നതെന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കി. 2024 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ദരിദ്രരായ കുട്ടികളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടെ 1 ലക്ഷം പേരെ കൂട്ടിച്ചേർത്തതായി വർക്ക് ആൻഡ് പെൻഷൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. മുൻവർഷത്തെ 4.33 മില്യണിൽ നിന്നുമാണ് ഈ വർധന. ഇതോടെ UK 31% കുട്ടികൾ ഇപ്പോൾ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ 72% കുട്ടികളും അധ്വാനിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നതാണ് ദുരവസ്ഥ. ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം 50,000 മാത്രമായിരിക്കുമെന്ന് ലേബർ ഗവൺമെന്റ് സ്വന്തം നയങ്ങളുടെ പരിശോധനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന്റെ ഇരട്ടി കുട്ടികൾ ഈ അവസ്ഥയിൽ ചെന്നെത്തുമെന്നാണ് കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. വീട്ടുചെലവുകൾ കഴിഞ്ഞ് UK ശരാശരി വരുമാനത്തേക്കാൾ 60% താഴെ ജീവിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികളെയാണ് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായി കണക്കാക്കുന്നത്. 22,500 പൗണ്ടിന് തുല്യമാണ് ഇത്. UK 14.6 മില്യൺ കുട്ടികൾ ജീവിക്കുന്നതായാണ് കണക്ക്. 2002 മുതലാണ് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ കണക്കുകൾ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല UK സ്കൂളുകളിൽ തുടർച്ചയായി അതിക്രമങ്ങൾ കൂടുന്നു. ഇരകളാകുന്നത് ഒന്നുമറിയാത്ത പിഞ്ചു കുട്ടികളെന്നും റിപ്പോർട്ടുകൾ. 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കൂടുതലായി ആക്രമിക്കപ്പെടുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നതും. 7 വയസ്സുകാരൻ കത്തിയായി സ്കൂളിൽ വരുന്നതും സഹപാഠിക്ക് വിഷം കൊടുക്കുന്നതും തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതി ഉൾപ്പെടെ കൗമാരക്കാർ കുറച്ചൊന്നുമല്ല ക്രിമിനൽ പ്രവൃത്തികൾ കാണിച്ചു കൂട്ടുന്നതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ലണ്ടനിൽ 11,156 ഗ്രേറ്റർ മാഞ്ചസ്റ്ററിൽ 5,618 കേസുകളും വെസ്റ്റ് യോർക്ക്ഷയറിൽ 5,118 കേസുകളും റിപ്പോർട്ട് ചെയ്തു. 3 വർഷത്തിനിടെ ഇത്തരം ഗൗരവമുള്ള സംഭവങ്ങൾ 25% വർധനവുണ്ടായി. വിദ്യാലയങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് 4,800ഓളം ആയുധങ്ങളാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്ന എമ്പുരാൻ ആഗോളതലത്തിൽ അവതരിച്ചു. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റിയാണ് എങ്ങും പ്രദർശനം. ആദ്യ ഷോ കഴിഞ്ഞതോടെ എങ്ങും മികച്ച അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം UK റെക്കോർഡ് പ്രദർശനമാണ് നടന്നത്. ആദ്യ പ്രദർശനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആരാധകർ ലണ്ടനിലെ ഷിനി വേൾഡ് തിയേറ്റർ പൂരപ്പറമ്പാക്കി. UK സമയം പുലർച്ചെ 12:30 ആദ്യ പ്രദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1.5 മണിക്കൂർ വൈകിയാണ് ഷോ തുടങ്ങിയത്. എമ്പുരാൻ റിലീസിന് മുന്നേ ആരംഭിച്ച ലൂസിഫർ റിലീസ് ഷോ കണ്ടിട്ട് പ്രീമിയർ ഷോ കാണാൻ എത്തിയ ലാലട്ടൻ ഫാൻസുകാരും തിയേറ്ററിനുള്ളിൽ ഉണ്ടായിരുന്നു. എമ്പുരാന്റെ സ്റ്റൈലിൽ കറുത്ത വേഷം ധരിച്ചാണ് UK വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആരാധകർ ലണ്ടനിലെ ഇൻഫോർഡിലുള്ള തിയേറ്ററിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇവിടെ ആഘോഷം തുടങ്ങിയിരുന്നു. എമ്പുരാന്റെ പോസ്റ്റർ ചിത്രമാലേഖനം ചെയ്ത കേക്ക് മുറിച്ചും മോഹൻലാലിന് ജയ് വിളിച്ചും 100 കണക്കിന് ആളുകളാണ് പ്രീമിയർ ഷോ കാണാൻ തടിച്ചുകൂടിയത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ പത്നി അക്ഷത മൂർത്തിയെ UK ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നിന്റെ ട്രസ്റ്റിയായി കീർ സ്റ്റാർമർ നിയമിച്ചു. വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിന്റെ 6 പുതിയ ട്രസ്റ്റികളിൽ ഒരാളായി അക്ഷത മൂർത്തിയെ നിയമിച്ച കാര്യം ബ്രിട്ടീഷ് സാംസ്കാരിക വകുപ്പാണ് സ്ഥിരീകരിച്ചത്. ബിസിനസ് രംഗത്തും അതുപോലെ പ്രധാനമന്ത്രിയുടെ പത്നി എന്ന നിലയിലും സ്വായത്തമാക്കിയ അനുഭവ പരിചയം അക്ഷത മ്യൂസിയത്തിന്റെ ശോഭനമായ ഭാവിക്കായി ഉപയോഗിക്കുമെന്നും വകുപ്പ് പ്രത്യാശ പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖല അക്ഷത ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അവരുടെ സർഗാത്മകതയുടെ ശക്തി യുവാക്കൾ വലിയ സ്വാധീനം ചെലുത്തുമെന്നും വകുപ്പ് വക്താവ് പറഞ്ഞു. ഭർത്താവായ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക്കിനൊപ്പം റേഷ്മോൺ പ്രോജക്ട്സ് എന്ന ചാരിറ്റി അക്ഷത സ്ഥാപിച്ചതാണ്. മാത്രമല്ല UK മുതിർന്ന പൗരന്മാരുടെ സമൂഹത്തിനും അക്ഷത ഏറെ സേവനങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. മ്യൂസിയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും മ്യൂസിയത്തെ പ്രൊമോട്ട് ചെയ്യുകയുമാണ് ട്രസ്റ്റികളുടെ ചുമതല എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇനി
നാട്ടിലെ വാർത്തകൾ. കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി നൽകിയിട്ടുണ്ട്. അത് UPA സർക്കാരുകളുടെ സമയത്തേക്കാൾ 239% കൂടുതലാണെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മോദി കേരളത്തെ പിന്തുണച്ച പോലെ മുൻപ് മറ്റാരും പിന്തുണച്ചിട്ടില്ല എന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. കേരളത്തോട് വിവേചനം കാണിച്ചിട്ടുണ്ടോ എന്ന് കേന്ദ്ര ധനമന്ത്രി ചോദിച്ചു. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. 2004 മുതൽ 2014 വരെ കേരളത്തിന് കിട്ടിയത് 46,300 കോടി മാത്രം. ഗ്രാന്റുകളും സഹായങ്ങളും 50% വർദ്ധിപ്പിച്ചു. UPA കാലത്ത് 25,630 കോടി, ഇപ്പോൾ 1.56 ലക്ഷം കോടി ലഭിച്ചു. ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യാതെ കോവിഡിന് ശേഷം പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് 2,715 കോടി നൽകിയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഹയർ സെക്കൻഡറി 2025-26 പൊതുസ്ഥലം മാറ്റ നടപടികൾ 2025-26 അക്കാദമിക് വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സമയബന്ധമായി പൂർത്തിയാക്കേണ്ടതാണെന്നും ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ച് പരമാവധി 1.5 മാസത്തിനുള്ളിൽ സ്ഥലം മാറ്റ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട DHSC ട്രാൻസ്ഫർ സോഫ്റ്റ്വെയർ NIC-യിൽ നിന്നും കൈറ്റിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടെന്നും 2025-26 പൊതുസ്ഥലമാറ്റ നടപടികൾ NIC-യുടെ പിന്തുണയോടെ കൈറ്റ് നടത്തുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പൊതുസ്ഥലമാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ കൈറ്റിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KSEB ജീവനക്കാർക്ക് 4% DA അനുവദിച്ചു. പെൻഷൻകാർക്ക് DR ആയും കിട്ടും. ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. 2022 ജൂലൈ 1 അനുവദിക്കേണ്ടിയിരുന്ന DA വിഹിതമാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇതിന് മുൻകാല പ്രാബല്യമില്ല. 18 ചേർന്ന പൂർണ്ണ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് DA നൽകുന്നതിന് തീരുമാനമായത്. 2022 ജനുവരി 1 മുതലുള്ള 3% DA കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് അനുവദിച്ചത്. അതിന് മുൻകാല പ്രാബല്യം നൽകിയിരുന്നെങ്കിലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. DAക്ക് മുൻകാല പ്രാബല്യം നൽകാത്ത നടപടിയിൽ കേരള ഇലക്ട്രിസിറ്റി കോൺഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് പ്രതിഷേധിച്ചു. സർക്കാരിനെതിരായ സമരം തുടരുന്നതിനിടെ ആശാവർക്കർമാർക്ക് അധിക വേതനം പ്രഖ്യാപിച്ച് UDF ഭരിക്കുന്ന കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ. കണ്ണൂർ കോർപ്പറേഷനും 6 നഗരസഭകളും ഏലപ്പുള്ളി പഞ്ചായത്തുമാണ് ആശാവർക്കർമാർക്ക് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയത്. പ്രതിമാസം 7,000 രൂപ അധികം നൽകാൻ BJP ഭരിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തും തീരുമാനിച്ചിട്ടുണ്ട്. തനത് ഫണ്ടിൽ നിന്ന് പണം നൽകാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ തീരുമാനത്തിന് സർക്കാർ അനുമതി നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇനി സ്പോർട്സ് വാർത്തകൾ. 3-0 വിജയത്തോടെ ബാഴ്സലോണ ലാലിഗയിൽ ഒസാസുനയെ മറികടന്നു. പല താരങ്ങളും തിരികെ ടീമിനോടൊപ്പം ചേരുന്നതിന് മുൻപ് തന്നെ മത്സരത്തിന് ഇറങ്ങേണ്ടി വന്നിട്ടും ബാഴ്സലോണ പതറിയില്ല. ഈ ജയത്തോടെ അവരുടെ അപരാജിത കുതിപ്പ് 19 മത്സരങ്ങളിലേക്ക് ബാഴ്സലോണ നീട്ടി. ഈ ജയം ലാലിഗയിൽ 3 പോയിന്റ് ലീഡും ബാഴ്സലോണയ്ക്ക് നൽകി. ആദ്യ പകുതിയിൽ ഫെറാൻ ടോറസും ഡാനി ഓൾമോയും ഗോളുകൾ നേടി. ഇടവേളയ്ക്ക് ശേഷം റോബർട്ട് ലെവൻഡോവ്സ്കി 3ാം ഗോൾ നേടി വിജയം പൂർത്തിയാക്കി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിനായി കളിച്ച റാഫിഞ്ഞോ ഇല്ലാതെയാണ് ബാഴ്സ കളത്തിലിറങ്ങിയത്. 15-ാം മിനിറ്റിൽ ബാൽറ്റയുടെ ലോ ക്രോസ് ഫിനിഷ് ചെയ്തുകൊണ്ട് ടോറസ് സ്കോറിംഗ് ആരംഭിച്ചു. ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റി ഓൾമോ ലീഡ് ഇരട്ടിയാക്കി. ബെഞ്ചിൽ നിന്നിറങ്ങിയ ലെവൻഡോവ്സ്കി വൈകിയുള്ള ഒരു ഹെഡറിലൂടെ ജയമുറപ്പിച്ചു. 23 ഗോളുകളുമായി ലാലിഗയെ ടോപ്പ് സ്കോറർ എന്ന സ്ഥാനം അദ്ദേഹം ഉറപ്പിക്കുകയായിരുന്നു. ലോകകപ്പ് യോഗ്യതാ നിർണായക മത്സരത്തിൽ കുവൈത്തിന് തോൽവി. ചൊവ്വാഴ്ച രാത്രി കുവൈത്ത് ജാബിർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒമാൻ ഏകപക്ഷീയമായ ഒരു ഗോളിന് കുവൈത്തിനെ മറികടന്നു. ഇതോടെ കുവൈത്തിന് യോഗ്യതാ മത്സരങ്ങളുടെ 4ാം റൗണ്ടിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷ മങ്ങി. 110.78 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.